മാർവലിന്റെ പുതിയ ആനിമേറ്റഡ് സീരീസ് ആയ മാർവൽ സോംബീസ് വെറും 4 എപ്പിസോഡ്സ് മാത്രമുള്ള ഒരു ഡാർക്ക് ഹൊറർ ഹ്യൂമർ വൈബുള്ള ഒരു സീരീസ്. നിങ്ങൾ വാട്ട് ഇഫ് സീരീസിലെ മാർവൽ സോംബി എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാകും. ആ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇതിന്റെ ബാക്ക് ബോൺ, അതായത് ആ ഒരു എപ്പിസോഡിന്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലാണ്. കാരണം ഈ ഒരു സീരീസിന് കിട്ടിയിരിക്കുന്നത് TVMA റേറ്റിംഗ് ആണ്. അത് സിനിമകളിൽ കിട്ടുന്ന R റേറ്റഡിന് തുല്യമാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് A സർട്ടിഫിക്കറ്റ് ആണ്. അതിന്റെ എല്ലാ സാധ്യതകളും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മാർവൽ സാധാരണ ചെയ്യുന്ന ഒരു ഫാമിലി ഫ്രണ്ട്ലി സ്റ്റൈലല്ല ഇതിനുള്ളത്. ഒറിജിനൽ കോമിക്സിൽ നിന്നും ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും സ്റ്റോറി എൻ്റർലി ഡിഫറെന്റ് ആണ്. കാരണം പുതിയ ജനറേഷനിലെ അവഞ്ചേഴ്സ് ആണ് ഈ സീരീസിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഈ കഥ നടക്കുന്നത് ഒരു ആൾട്ടർനേറ്റീവ് മാർവൽ യൂണിവേഴ്സിലാണ്. ക്വാണ്ടം റെയിൽ നിന്നും വന്ന ഒരു വൈറസ് മുഴുവൻ സൂപ്പർ ഹീറോകളെയും സോംബികളാക്കി മാറ്റുന്നു. അയൺ മാൻ, ക്യാപ്റ്റൻ അമേരിക്ക, ഹൾക്ക് എല്ലാം സോംബികളായി മാറി. പക്ഷെ അവിടെ കുറച്ച് പേര് മാത്രം ബാക്കിയുണ്ട് സോംബികളാവാതെ. ഇതിലെ മെയിൻ ലീഡായിട്ടുള്ള മിസ് മാർവൽ, കമാല ഖാൻ, അയൺ ഹാർട്ട്, കേറ്റ് ബിഷപ്പ്, യെലന ബലോവ, ബേസിക്കലി ന്യൂജൻ അവഞ്ചേഴ്സ്, ഇവരാണ് സർവൈവൽ മിഷന് പോകുന്നത്. വൈറസിന് ഒരു ക്യൂർ കിട്ടുമോ എന്ന് നോക്കാൻ. ഇതിന്റെ ആനിമേഷൻ സ്റ്റൈല് വാട്ടിഫിനെ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡാർക്കായ കാര്യങ്ങളും കുറച്ച് ഹൊറർ വൈബ് ഒക്കെ ഉണ്ട്. മാർവൽ ആനിമേറ്റഡ് സീരീസിൽ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും ബ്ലഡ് ഒക്കെ കാണിക്കുന്നത്. ഈ ഒരു സീസണിൽ 4 എപ്പിസോഡേ ഉള്ളൂ. സോ ബേസിക്കലി വളരെ പെട്ടെന്ന് ബിൻ വാച്ച് ചെയ്ത് കണ്ടു തീർക്കാം. പിന്നെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. 4 എപ്പിസോഡിലെല്ലാം ഒതുക്കി കളഞ്ഞതുകൊണ്ട് ചില ക്യാരക്ടേഴ്സിന് പ്രോപ്പർ ഡെപ്ത് കിട്ടുന്നില്ല. പിന്നെ ഇതിന് നല്ലൊരു എൻഡിങ് ഇല്ല, അതായത് പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു എൻഡിങ് ഇല്ല. സീസൺ 2 ഉണ്ടാകുമെന്ന രീതിയിലൊക്കെയാണ് ഇത് അവസാനിക്കുന്നത്. പക്ഷേ സീസൺ 2 ഒക്കെ എപ്പം വരും എന്നുള്ളത് തമ്പുരാൻ അറിയാം. മൂൺ നൈറ്റ് സീസൺ 2 ഒക്കെ എവിടെ പോയി അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. മാർവലിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഒക്കെ തുടങ്ങി വെക്കും, പക്ഷെ ഒന്നും കൃത്യമായിട്ട് അവസാനിപ്പിക്കില്ല. ഭാഗ്യത്തിന് ഡെയർ ഡെവിൾ സീസൺ 1, സീസൺ 2, സീസൺ 3 എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. കോമിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബേസിക് ഐഡിയ ഒന്നാണെങ്കിലും ഫോക്കസ് നെക്സ്റ്റ് ജനറേഷൻ അവഞ്ചേഴ്സിലേക്കാണ്. അതുകൊണ്ട് ഓൾഡ് അവഞ്ചേഴ്സ് ഒക്കെ വെറും നൊസ്റ്റാൾജിയക്ക് വേണ്ടി മാത്രമേ ഇതിലുള്ളൂ. ബേസിക്കലി മാർവൽ ഡിസ്നി പ്ലസ് മൂവി ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതിൽ സ്പൈഡർമാനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സോണിയുമായിട്ടുള്ള എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് അവർക്കത് കഴിയില്ല. അതുകൊണ്ടാണ് ഇത് സീരീസ് ആയി കൺവേർട്ട് ചെയ്തത്. മാർവൽ സോംബീസ് വർത്ത് വാച്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുമാണ്. പക്ഷേ ചെറിയ ചെറിയ ഫ്ലോസ് ഉണ്ട് താനും. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് എപ്പിസോഡാണ് നിങ്ങളുടെ ഫേവറേറ്റ്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.